വിവാഹവും സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന കപട സദാചാര ബോധവും എന്നതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് മാത്രം കാര്യമില്ല. സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലോട്ട് അതിനെക്കുറിച്ചിട്ട് ബോധവൽക്കരണവും നടത്തണം. കാരണം നമ്മളെപ്പോഴും സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് അധികവും ചർച്ച ചെയ്യുന്നത്. കാരണം സ്ത്രീകളാണ് കൂടുതലും ഇരയാക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗാർഹിക പീഡനവും ഒക്കെ അധികവും. പക്ഷേ ഈ നിയമങ്ങൾ വെച്ച് മിസ്യൂസ് ചെയ്യപ്പെടുന്ന പുരുഷന്മാരും ഉണ്ട്. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ പോലും സ്ത്രീകൾ എത്രത്തോളം അതിലോട്ട് ഇറങ്ങിച്ചെല്ലുന്നു അത്രത്തോളം തന്നെ പങ്കാളിയായ പുരുഷനെ ദ്രോഹിക്കാനും അവർക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ഒരുപാട് കേസുകൾ കൗൺസിലിങ്ങിന് വരാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് 10-16 വർഷം കഴിഞ്ഞ് ആ മനുഷ്യൻ വരുമ്പോൾ ഭാര്യ അദ്ദേഹം അയച്ചു കൊടുത്ത പണം മുഴുവൻ മാറ്റി അവരുടെ ദൂർത്തടിച്ചു കളഞ്ഞു. അതുകൂടാതെ അവർക്ക് ഒരുപാട് കുത്തഴിഞ്ഞ ബന്ധങ്ങളും. ഇത് അദ്ദേഹത്തിന് അറിഞ്ഞിട്ടും പ്രതികരിക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളി പറയുന്നത് 2 പെൺമക്കളാണ്. അപ്പം ഞാനിതിനെ പ്രതികരിക്കുവാണെങ്കിൽ എനിക്ക് സമൂഹത്തിൽ പിന്നെ കഴിവില്ലാത്തവൻ എന്നൊരു വില വരും, കഴിവില്ലാത്തവൻ എന്നൊരു ലേബിൾ വരും. അതുകൂടാതെ എൻ്റെ പെൺമക്കളെ പിന്നെ ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതുകൊണ്ട് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ശാന്തമായി കൈകാര്യം ചെയ്യാൻ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം തേടാൻ മാഡം എന്നെ സഹായിക്കുമോ? ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇത്രയും നിസ്സഹായനായ ഒരു പുരുഷനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം പ്രതികരിക്കാതിരിക്കാൻ മരുന്ന് തേടുകയാണ്. പിന്നെ ഒട്ടനവധി പുരുഷന്മാരുടെ കഥകളും ഉണ്ട്. പക്ഷേ സ്ത്രീകൾ പറയുന്ന അത്രയും പോലും പുരുഷന്മാർക്ക് തുറന്നു പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ ഒരു ഫാൾസ് കോൺസെപ്റ്റ്സ് ആണ് ആണുങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ സമൂഹം ആണുങ്ങളെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫാൾസ് കോൺസെപ്റ്റ്സ് ആണ്. ആണ് കരയരുത്, പെണ്ണ് സ്വന്തം പങ്കാളി മറ്റൊരുത്തിനെ തേടിപ്പോയാൽ അത് നിന്റെ കഴിവില്ലായ്മ. പെണ്ണിനാണ് ആ ഒരു പഴിയെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ ആണിന് ആ പഴി വന്നാൽ വലിയൊരു മഹാപരാധം പോലെയാണ്. ആണ് കരയുക, ആണിന് കഴിവില്ലാതെ, ആണെന്ന് പറഞ്ഞാൽ വലിയ ശക്തി മാത്രമാണ്. അപ്പം ഈ 2 തരത്തിലുള്ള കോൺസെപ്റ്റ്സും ഒന്ന് അഴിച്ചു പണിഞ്ഞാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ ആത്മഹത്യയുടെ നിരക്കും കുറയ്ക്കാൻ പറ്റൂ, കൊലപാതകങ്ങളുടെ നിരക്കും കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിന് മെൻ്റൽ ഹെൽത്ത് അത് അത്രയ്ക്കും ആഴത്തിൽ ബോധവൽക്കരണം നടത്തണം. ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് മനുഷ്യന്മാരെ കാണണം. വെറുതെ കണ്ടാൽ പോരാ, ഉൾക്കണ്ണ് തുറന്ന് തന്നെ